സത്യം പറഞ്ഞാൽ ഇലയിലെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണ് ചക്കകൾ കിടക്കുന്നത്, അത്രത്തോളം ചക്കയുണ്ട്. ഇതൊക്കെ 3 വർഷമായതേ ഉള്ളൂ. 3 വർഷം 4 വർഷമൊക്കെ. അത് ചക്കയുടെ വെയിറ്റ് കൊണ്ട് അങ്ങ് ഒടിയു. അതിന് അതുകൊണ്ട് കമ്പ് വരെ അല്ലേ. അത് മൊത്തം വിരിഞ്ഞില്ല, ഇനിയും വിരിയാൻ കിടക്കുന്നതുള്ളൂ. ഈ ഒരു വാഴക്കൊലയ്ക്ക് വിളയെന്ന് പറഞ്ഞാൽ ഒരു 1500 രൂപ കിട്ടും ഒരു വാഴക്കൊലയ്ക്ക്. ജാതി മരത്തിനെക്കാട്ടിൽ ആദായം കിട്ടുന്നത് റംബൂട്ടാനാണ്. അതെ. അയ്യോ, ഈ കൃഷിയിൽ നിന്ന് നല്ല ആദായം കിട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ അതിന് സമയം കണ്ടെത്തിയല്ല വെക്കും. നമുക്ക് എങ്ങനെ ആയാലും ഒരു വർഷം 10-20 ലക്ഷം രൂപ ഇതിൽ നിന്നും ഏണിങ്സ് ഉണ്ട്. 30 കിലോ കപ്പ കിട്ടും. 30 കിലോ കപ്പയ്ക്കും ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു മൂട് കപ്പയ്ക്ക് 1500 രൂപ കിട്ടും. ഞങ്ങളതാ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് എങ്ങനെയാണ്? നല്ല വിളവ് കിട്ടുന്നുണ്ട്. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ, നമ്മൾ ലൈഫ് ഇൻ കേരള TV എന്ന് പറഞ്ഞൊരു ചാനൽ നിന്നാണ്. നമ്മുടെ ചാനൽ വഴി നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ പത്തനംതിട്ട ജില്ലയിലെത്തിയത്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു സാറാണ്. സാർ എങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ സാർ ഒന്ന് നമുക്ക് ചാനലിൽ ഒന്ന് പരിചയപ്പെടുത്താമോ സാറിൻ്റെ? ശരി, ഞാൻ മൈലപ്രായിലാണ്. മൈലപ്രായിലെ സാംസ് കേറ്ററിംഗ് എന്ന് പറയുന്ന ആളാണ്. സാമാണ് ഞാൻ 43 വർഷം കൊണ്ട് കേറ്ററിംഗ് ബിസിനസ്സാണ് എൻ്റെ. ആ ബിസിനസ്സിൻ്റെ ഒരു സൈഡ് പരിപാടിയായിട്ട് നമുക്ക് കൃഷിയും ചെയ്യും. നമ്മുടെ കേറ്ററിങ്ങിന് ആവശ്യമായ പച്ചക്കറി, പിന്നെ വാഴക്കൊല, അങ്ങനെ അതൊക്കെ നമ്മുടെ കപ്പ, മരച്ചീനി, ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ കൃഷിയുണ്ട് സാർ? നമുക്ക് മെയിനായിട്ടും വാഴ, പിന്നെ മരച്ചീനി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മറ്റ് വെള്ളരി, അപ്പം അങ്ങനെയുള്ള പച്ചക്കറികൾ ഉള്ള അങ്ങനെയുണ്ട്. പിന്നെ സാർ, ഞാൻ ഇവിടെ കണ്ടായിരുന്നു സാർ, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി പ്ലാവുകൾ, അതായത് വേര് മുതൽ ഇല വരെ ചക്കകൾ ആച്ചിരിക്കുകയാണ്. അതെ അതെ. അത്രത്തോളം ഇപ്പൊ ഇത് ഈ കൃഷിയെല്ലാം സാറിന്റെ? അതെ അതെ. പ്ലാവ് വേറെ എന്തൊക്കെയുണ്ട് സാർ? പ്ലാവും, റംബുട്ടാന്, മാങ്കോസ്റ്റിന്, ജാതി, പിന്നെ അങ്ങനെയൊക്കെയുള്ള എല്ലാ കൃഷികളും ഉണ്ട്. നമ്മുടെ കൃഷി ഇടം കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിരക്കി പിടിച്ച് വരുന്നുണ്ട്. എത്ര ഏക്കറുണ്ട് സാർ? ഇവിടെ എല്ലാം കൂടെ 8 ഏക്കറോളം ഉണ്ട്. 8 ഏക്കറിൽ സാർ കൃഷി ചെയ്യുന്നുണ്ട്. എത്ര വർഷമായിട്ട് സാർ ഈ കൃഷിയിലോട്ട്? ഞാൻ 25 വർഷമായിട്ട് കൃഷിയാണ് എൻ്റെ മെയിൻ. ഇത് കേറ്ററിംഗ് ഉണ്ട്, എന്നാലും പാരമ്പര്യമായിട്ട് ഞങ്ങളൊരു കർഷക കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ ആ കൃഷി ഇതുവരെ ഞങ്ങൾ വിട്ടിട്ടില്ല. അതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നതൊക്കെ. അതെ അതെ. കൃഷിയിൽ നിന്ന് ലാഭം തന്നെയാണ്. ലാഭമാണ്. പലരുടെയും അഭിപ്രായം കൃഷി ചെയ്തിട്ട് എന്ത് കിട്ടാൻ? സാറിന്റെ അഭിപ്രായത്തിൽ എനിക്ക് കൃഷിയിൽ നിന്ന് ലാഭമേ ഉള്ളൂ. അതെ. സാർ, ഇപ്പോൾ ഇത്രയും വിളവ്, കാരണം നമ്മളിപ്പോൾ കണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒത്തിരി പ്ലാവുകളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതിലെല്ലാം ഇത്രയും ചക്കകൾ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഇത്രയും വിളവ് കിട്ടാനുള്ള കാരണം മറ്റൊന്നും കണ്ടിട്ടില്ല. അത് നമ്മള് ചാണകവും സൗത്ത് ഇന്ത്യൻ CBC ഫെർട്ടിലൈസേഴ്സിൻ്റെ, അല്ല സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറിൻ്റെ അതിൻ്റെ വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ചാണകം മെയിനും CBC. ഇവിടെ പത്തനംതിട്ട ഒരുവിധപ്പെട്ട എല്ലാവരും അത് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അത്? അവർ എന്നോട് ചോദിക്കും, ഓരോരുത്തർ ഈ തൈകളൊക്കെ കൊണ്ടുപോയിട്ട് ഇതിനെന്തോ ഈ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ ചോദിക്കും, ഇതിനെന്തോ വളമായിടുന്നേ. ഞാൻ പറയാം, അപ്പോൾ CBC ഇട്ടാൽ മതി. അത് ഇവിടെ കുമ്പഴയിലുണ്ട് അതിൻ്റെ ഒരു റീറ്റെയിൽ കട. അവിടുന്ന് ആൾക്കാർ അത് വാങ്ങിച്ചുകൊണ്ട് പോയി ഇടുന്നുണ്ട്. കാരണം അത്രത്തോളം വിളവുണ്ട്. അപ്പോൾ ഇതിന്റെ വളങ്ങളായിരിക്കും എല്ലാവരും ചോദിച്ചു വരുന്നത്. വളവും തൈയും ചോദിച്ചു. അതെ. ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സാർ നമുക്ക് ചാനലിന് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പറ്റും? അതെ. നമുക്ക് ആദ്യം ഈ പ്ലാവുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇത് നോക്കിയേ, ഇവിടെ മുതൽ ചക്കയുണ്ട്. ഈ വേര് മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലയിലെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണ് ചക്കകൾ കിടക്കുന്നത്, അത്രത്തോളം ചക്കയുണ്ട്. അപ്പോൾ സാറിനെ പരിചയപ്പെട്ടാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം. സാറ് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് സാറേ? അയ്യോ, ഇതിനെക്കാട്ടി കൂടുതൽ ചക്ക ഉണ്ടായിരുന്നു. നമ്മൾ ആ താഴത്തെ എല്ലാം ഈ മണ്ണിനകത്തിരുന്നാൽ ചക്ക അളിഞ്ഞു പോകും. അതുകൊണ്ട് അത് നമ്മൾ ഇങ്ങനെ താഴെയുള്ളതെല്ലാം അങ്ങ് പറിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ മുട്ടിയത് ശരിയാകത്തില്ല. ചക്കയുണ്ട്, ചക്കയെല്ലാം അവിടെയുണ്ട്. കണ്ടോ, ഒത്തിരി പ്ലാവുണ്ട്.
സാറ് ഈ സാറിപ്പോൾ പറഞ്ഞില്ലേ 8 ഏക്കർ, 8 ഏക്കറിലും ഈ പ്ലാവുണ്ടോ? അത് ഇടയ്ക്കൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ ചക്കയുണ്ട്, പ്ലാവും ഉണ്ട്, ചക്കയുണ്ട്, അങ്ങനെയാ. കണ്ടോ ഇത്രയും ചക്കയാണ് മൊത്തം. മണ്ട വരെ ഇതിന്റെ മണ്ട ഇല്ലല്ലോ. ആ മണ്ട ചക്കയുടെ ഭാരം കൊണ്ട് ഒടിഞ്ഞു പോയതാ. അതെ അതെ അതെ, അങ്ങനെ ഇതെല്ലാം അതുപോലെ തന്നെ. മണ്ട വെയിറ്റ് കൊണ്ട് അങ്ങ് മണ്ട അതിന്റെ മണ്ട ഒടിഞ്ഞു. ഈ കാറ്റടിക്കുമ്പോഴത്തെ ഈ വെയിറ്റ് കൊണ്ട് മണ്ട തന്നെ അങ്ങ് ഒടി. അത് ഈ പ്ലാവിനെ ബാധിക്കും സാറേ? മറ്റു കുഴപ്പമൊന്നുമില്ല. ഒത്തിരി അങ്ങ് ഉയരത്തിൽ വിടണ്ട, ഒത്തിരി ഉയരത്തിൽ വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെ, ഇങ്ങനെ കായ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഒടിയായിരിക്കും? അത് തന്നെ. വേണ്ട, ഇതിന്റെ ഇടയ്ക്കൊന്നും കണ്ടോ കമ്പൊടിഞ്ഞു പോയതാ. ഇതിന് വേണ്ട, ഇങ്ങോട്ട് കമ്പുണ്ടായിരുന്നു, അതും അത് വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞു പോയി. അതെ അതെ, വിയറ്റ്നാം സൂപ്പർ എയർലി. സാറ് ഇതിന് നമ്മൾ ചാണകപ്പൊടി കൂടാതെ മറ്റൊരു വളത്തിന്റെ പേര് നേരത്തെ പറഞ്ഞില്ലേ? അതാ CBC. അപ്പൊ അതായിരിക്കും ഇതിന്റെ കാരണം, ഇങ്ങനെ ഒരു വിളവ് കിട്ടാനുള്ള കാരണം അത് തന്നെ. അതെ അതെ, അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് നമുക്ക്. അതെ, അത് നമുക്ക് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഉണ്ട്. ഒന്ന് കാണാം. ഇത് വാഴയ്ക്ക് സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സ്. ഇത് വാഴ സ്പെഷ്യൽ അല്ലേ? ഇത് വാഴ സ്പെഷ്യൽ. നമ്മള് വാഴത്തോട്ടമൊക്കെ കൊണ്ട് കാണിക്കാം. കാണിച്ചു തരണം. ഇപ്പൊ വാഴയ്ക്ക് അത് ഇതുപോലെ ഓരോന്നിനും ഓരോ വളങ്ങൾ. അതെ, ഓരോന്നിനും ഓരോ വളങ്ങൾ. അതിന് നമ്മൾ റംബൂട്ടാൻ ഒരു വളം, അങ്ങനെ അല്ലേ? ഓരോന്നിനും ഇവര് തന്നെ ഇങ്ങനെയുള്ള വളങ്ങൾ ഇറക്കുന്നുണ്ടല്ലേ? അതെ. നല്ല ഇങ്ങനെയുള്ള കപ്പ, വാഴ ഒക്കെ കൃഷി ചെയ്യുന്നവരെല്ലാം ഈ വളം തെരഞ്ഞു പിടിച്ച് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്, വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എന്നോടും പലരും തിരക്കിയിട്ടുണ്ട് ഇതിനെപ്പറ്റി, വളത്തിനെ പറ്റി എന്ത് വളമായിട്ട്. ഈ കൃഷി കാണുമ്പോഴേ അതിൻ്റെ തഴപ്പും കാണുന്ന ഉടനെ ഇതാ എവിടുന്ന് വാങ്ങിച്ച വളമാണ് എന്നൊക്കെ ഓരോരുത്തരും വന്ന് ചോദിക്കും. ബാച്ചാ ഇങ്ങോട്ട് പോ, അച്ഛനെ അവിടെ നിർത്തിയില്ലെന്നും. ഇത് എൻ്റെ ഒരു സഹോദരനാണ്. ഞങ്ങൾ 43 കൊല്ലമായിട്ട് എൻ്റെ കല്യാണത്തിന് പരിപാടി വരെ തുടങ്ങിയത് സാങ്കുട്ടിന്ന് വിളിക്കും, സാമെന്ന് വിളിക്കും, വീട്ടിലെ 5 വിളിക്കുന്നത് അങ്ങനെ ഉണ്ട്. പുള്ളി ഇപ്പം കൃഷി ചക്ക പിന്നെ ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്ലാന്റ് ഇവിടുന്ന് കൊണ്ടുപോയി 9ാമത്തെ മാസത്തിൽ ഒരു ചക്ക ഉണ്ടായി. 9ാമത്തെ മാസം. ഈ വർഷം ഒരു 5-6 ചക്ക ഉണ്ടായി. പക്ഷെ അത് നോക്കാൻ ആളില്ലാഞ്ഞുകൊണ്ട് തറയെ മുഖത്തി കിടന്ന് അത് രണ്ടും അളിഞ്ഞു പോകും. തടിയാ, അത് ആയില്ല. തടിക്ക് ബലമില്ല. 5-6 ചക്ക ഇപ്പോൾ ഇത് സൈസ് ആയതേ ഉള്ളൂ. പുള്ളി വളം ഇട്ടില്ല. ഇപ്പം ഇത് എന്തുവാ വളം ഇടുന്നതെന്ന് ചോദിച്ച് വന്നതാ. അപ്പൊ ഈ വളം കാണിക്കാൻ വേണ്ടിയിട്ടാ പുള്ളിക്കാരനെ ഇപ്പം വിളിച്ചത്. അതെ, ലൂസ് കിട്ടുമെന്ന് ലൂസായിട്ട് കിട്ടും. അത് പത്തനംതിട്ടയിൽ നമുക്ക് അവിടെയാണ് കിട്ടും. ശരി. ഇത് നമുക്ക് എങ്ങനെയാ ഇതിന്റെ എമൗണ്ട് വരുന്നത്? സാധാ വളങ്ങളെ പോലെയാണോ അതിന്റെ എമൗണ്ട്? നമുക്ക് ഇത് ഒരു ചാക്കിന് 1500 രൂപ. അതെ, ഒരു ചാക്കിന് 50 കിലോയ്ക്ക് 1475 രൂപ. അതെ, 30 രൂപ ആവറേജ് കിലോയ്ക്ക്. അതിൽ കൂടുതൽ വരുന്നില്ല. അത് ന്യായമായ വിലയാണ്. ഇത് നമ്മളിപ്പോ വാഴ ഇതിപ്പോ വാഴ വളമല്ലേ? ഇപ്പൊ വാഴയാണെങ്കിൽ നമ്മൾ എത്ര ടൈം ഇടവിട്ട് ഈ വളം ഇട്ട് കൊടുക്കണം? എത്ര വാഴയാണെങ്കിൽ 3 മാസം 4 മാസത്തിനിടയ്ക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല. ഞാനിത് വാഴവളം നമ്മൾ ഒരു പ്രാവശ്യമേ കൊടുത്തുള്ളൂ. എത്ര ക്വാണ്ടിറ്റി കൊടുക്കണം സാറേ? അത് അന്നേരം ഒരു വാഴയ്ക്ക് ഒരു 400 ഗ്രാം അല്ലേ വെച്ച് കൊടുക്കും. 3 മാസം ഇടവിട്ട് 3 മാസം ഇടവിട്ട് 2 ട്രിപ്പ് കൊടുക്കണം. ഞാൻ ആദ്യം പിന്നെ ഇത് കൊടുത്തത് കൊണ്ട് പിന്നെ കൊടുത്തില്ല. നല്ല പച്ചിപ്പുള്ളത് കൊണ്ട് ആകെ 400 ഗ്രാം വളമേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും നല്ല വാഴക്കൊല, നല്ല ഇതാ. പോകാം. വേണ്ട, ഈ ഒരു വാഴക്കൊല കൊടുത്താൽ 1500 രൂപ കിട്ടും. എന്നെക്കാട്ടി വലിയ വാഴക്കൊലയാണ് ഇത്. അത് മൊത്തം വിരിഞ്ഞില്ല, ഇനിയും വിരിയാൻ കിടക്കുന്നതുണ്ട്. ഈ ഒരു വാഴക്കൊലയ്ക്ക് വിളയെന്ന് പറഞ്ഞാൽ ഒരു 1500 രൂപ കിട്ടും ഒരു വാഴക്കൊലയ്ക്ക്. അതും ഈ വളം കൊടുത്താൽ, ഈ വാഴവളം, സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറിൻ്റെ വാഴവളം. ഇത് 50 കിലോയും മേളി വരും. 50 കിലോയ്ക്ക് മേളി വരും ഒരു വാഴക്കൊല. 60 കിലോ വരും. അത്രയും വെയിറ്റ്. കുറെ കൂടെ പകുതി കൂടെ ഇനിയും ബിരിയാനുണ്ട്, കുറച്ച് ഉണ്ട്. ഇത് പിന്നെ കേരള ഓറഞ്ച്. ഇത് വർഷത്തിലെല്ലാ സമയവും കായ്ക്കുന്ന ഒരു
ഫലമാണ്. എപ്പോഴും എന്നും കിട്ടുന്ന ഫ്രൂട്ട്സാണ്. ഇതിൽ നിങ്ങൾ ഈ വളം ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതിന് ഈ വളമൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ ഇതിന് നല്ല മധുരമാണ്. നല്ല അതും നല്ല നല്ല വലിപ്പം ഉണ്ടല്ലോ. നല്ല ഉദ്ദേശം ഉണ്ടാവും ഇതിനൊക്കെ. കിലോ അല്ല, ഇതങ്ങ് ഉണ്ടാകുക. ഇത്ര കിലോ ഒന്നൊന്നുമില്ല. ഒരു കൊലയെ തന്നെ 5-6 എണ്ണം വെച്ചങ്ങ് ഉണ്ടാകുന്നുണ്ട്, കുഴപ്പമില്ലാതെ. ഇതിൽ തന്നെ ഒത്തിരി പിടിച്ച് നിൽപ്പുണ്ട്. അതെ, ഉണ്ട്. ഇതാണ് പത്തനംതിട്ടയിലെ ഏദൻ തോട്ടം. ഇതെല്ലാം റംബുട്ടാനും മാങ്കോസ്റ്റിനുമാണ് കൃഷി. ഇവിടെ 3 ഏക്കർ സ്ഥലമുണ്ട്. ഇത് 3 ഏക്കർ, 3 ഏക്കറുണ്ട് ഇവിടെ. അതെ അതെ, 3 ഏക്കറുണ്ടല്ലേ? അതെ. ഇതൊരു വനമായിട്ട് തന്നെയാണ്, വനം മാതിരി. നല്ല തണുപ്പാണ്. അത് തന്നെ. ഉണ്ട്. കൃഷിയിൽ നിന്ന് നല്ല ആദായം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കറിവേപ്പിലയാണ്. ഇതുപോലുള്ള ഇലകളാണ് നമ്മൾ കറിക്കകത്ത് ഉപയോഗിക്കുന്നത്. അല്ല, ഇത് ഈ തമിഴ്നാട്ടിൽ നിന്നൊന്നും നമ്മൾ വിഷമടിച്ച കറിവേപ്പിലയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇതെല്ലാം അതിനിടയ്ക്ക് നിൽക്കുന്നതൊക്കെ കറിവേപ്പാണ്. അത് നാരകം, പുതിയ നാരകം വെച്ച. അതെ, കറി നാരകം കിട്ടാൻ. ഇതാണ് ഊതുമരം. ഊതുമരം ലോകത്തെ ഏറ്റവും വില കൂടിയ മരമാണെന്നൊക്കെ പറയുന്നു. ഇത് അത്ര പെർഫ്യൂം എടുക്കാൻ വേണ്ടിയിട്ട്, ഇത് വാറ്റി പെർഫ്യൂം എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരമാണ്. ഇത് വളർന്നു കഴിയുമ്പോൾ ലക്ഷങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്നു. ഇതുവരെ എനിക്ക് കിട്ടിയില്ല, കിട്ടുമായിരിക്കും. അതവർ വെട്ടേണ്ട സമയമായി. വില പറഞ്ഞില്ല, അവരത് വെട്ടുമ്പം വില പറയും. ഇവിടെ 8 മൂടുണ്ട്. ഇത് 25 വർഷം പ്രായമായതാ. 25. അതിന്റെ തടി നോക്കുമ്പോൾ അറിയാമല്ലോ, മേപ്പെട്ട് നോക്കും. ഇത് അവർ പറയുന്ന 10 വർഷം തൊട്ട് ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് 3 മരമായിട്ടാണ് അവർ കൂട്ടിയേക്കുന്നത്. റൂട്ടിൽ കായെല്ലാം പറിച്ചതാണ്. എന്നാലും ഇത് നല്ല ഹൈബ്രിഡ് ഇനമാണ്. ജാതി മരമാണ്, ജാതിക്ക. ഇതുണ്ട് അവിടെ. ഇതെല്ലാം അങ്ങോട്ട് നോക്കിയാൽ കാണാം, മേളിലോട്ട് നോക്കിയാൽ. ഇപ്പം ജാതി പറിച്ച സമയമാണ് എല്ലാം. എന്നാലും ഇപ്പം അടുത്ത ടേണായി വരുന്നു ജാതിക്ക. ഉണ്ട്. അതെ. ഇതിന് നട്ട്മക്ക് എന്ന് പറയും. CBC നട്ട്മക്ക്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജാതിമരം ഇവിടെ 50 മൂടുണ്ട്. ജാതിമരത്തിനെക്കാട്ടിൽ ആദായം കിട്ടുന്നത് റംബൂട്ടാനാണ്. അതെ, ഇപ്പം റംബൂട്ടാനും ഉണ്ട്. ഇപ്പം ഞാൻ ജാതിമരം കൂടെ വെട്ടിയിട്ട് റംബൂട്ടാൻ വെക്കുക. അതെ, അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനിയും വേറെ തോട്ടമുണ്ട്, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് മെയിനായിട്ടും ഇവിടെ വാഴ, കപ്പ, റംബുട്ടാന്റെ തൈകൾ വെച്ചിരിക്കുക. അതിന് കൊടുക്കുന്ന വളങ്ങൾ. റംബുട്ടാന്റെ തൈകളൊക്കെ കണ്ടില്ലേ? ഇതിനിടയ്ക്ക് റംബൂട്ടാന്റെ തൈ. ഇതെല്ലാം ഈ വാഴ വെട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ തൈയൊക്കെ അങ്ങ് മേളിൽ വളർന്നു വരും. ഈ വർഷം ഇതിന് തണൽ കിട്ടാൻ വേണ്ടിയിട്ട് വാഴ, കപ്പയൊക്കെ ഇടകൃഷിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ കൊടുക്കുന്ന വളം സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സിന്റെ വളങ്ങളാണ്. ഈ തൈ വളരാൻ വേണ്ടിയിട്ടാണ്, അതിന് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഴ, കപ്പ എല്ലാം വെച്ചിരിക്കുന്നത്. ഇപ്പം ഒരു 2 വർഷത്തേക്ക് ഇതിന് തണൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള തണലായിട്ട് ചെയ്തേക്കുന്ന കൃഷികളായത്. അപ്പൊ ഈ വാഴ ഇത്ര നല്ല പുഷ്ടിയോടെ നിൽക്കുകയാണ്. ഇത്രയും അതാ വളത്തിന്റെ ഒക്കെ ഗുണമാണ്. നമ്മൾ കൊടുക്കുന്ന വളം, അതിന്റെ കൃഷിയുടെ പരിചരണം കൊണ്ടാണ് ഈ വാഴ ഇത്രയും നന്നായി നിൽക്കുന്നത്. എല്ലാം നല്ല കൊല കിട്ടും ഈ വർഷത്തെ വാഴയിൽ നിന്ന്. എത്ര വർഷം കൊണ്ട് ഇവിടെ കൃഷി തുടങ്ങിയിട്ട് സാർ? ഇവിടെ കൃഷി തുടങ്ങിയിട്ട് ഇപ്പം ഇത് 2 വർഷമേ ആയുള്ളൂ. 2 വർഷമായിട്ടല്ലേ? ഇപ്പൊ ഈ റംബൂട്ടാന്റെ തൈകൾ വെച്ചിട്ട് ഇപ്പൊ ഏത് വെറൈറ്റിയാണ് റംബൂട്ടാൻ? ഇപ്പൊ റംബൂട്ടാന്റെ N18 ആണ്. അത് ഇപ്പം നമ്മുടെ ഫാമിൽ തന്നെ അതിന്റെ തൈകൾ എടുക്കുന്നുണ്ട് നമ്മൾ. നമ്മുടെ മദർവുഡ് ഉണ്ട് അല്ലേ? അതെ. വാഴയാണ് എല്ലാം കുലയ്ക്കുന്നുണ്ടല്ലേ? നല്ല കൂമ്പെടുത്ത് ഇപ്പം കുലയ്ക്കുന്ന സമയമാണ്. നല്ല കൊല കിട്ടും.
ഇതിന്റെ ഇടവേളയായിട്ട് കപ്പയും നമ്മൾ ഇത് പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടിക്കൊണ്ട് ഇത് നിറച്ചും വെള്ളരിയായിരുന്നു. അടിയിൽ കൃഷി, വെള്ളരി കൃഷി ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ അധികം കളയൊന്നും പിടിച്ചിട്ടില്ല സാർ. അത് നമ്മൾ അതുപോലെ കളയുന്നതാ. നല്ല വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു. അതെ സാറ് വേറെ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നില്ലേ സാറേ? ഉണ്ട്. അപ്പോഴത്തേക്കും അതിന്റെ കൂടെ ഇങ്ങനെ ഒരു കൃഷിക്ക് ഒരു സമയം കണ്ടെത്തുന്നത് എങ്ങനെയാ സാറേ? അയ്യോ, ഈ കൃഷിയിൽ നിന്ന് നല്ല ആദായം കിട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ അതിന് സമയം കണ്ടെത്തിയല്ല വെക്കോ. നമുക്ക് എങ്ങനെ ആയാലും ഒരു വർഷം 10-20 ലക്ഷം രൂപ ഇതിൽ നിന്നും ഏണിങ്സ് ഉണ്ടല്ലേ, കിട്ടുന്നുണ്ട്. ഈ പന്നി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം പന്നി ശല്യമുണ്ട്. പന്നി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അലൂമിനിയം ഷീറ്റ് ഇട്ട് ഇങ്ങനെ കെട്ടിക്കുന്നത്. പന്നിയുടെ നല്ലൊരു ശല്യം ഉണ്ടല്ലേ? ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. റംബുട്ടാനൊക്കെ ഇതെല്ലാം കഴിഞ്ഞ വർഷം വെച്ച തൈകളാണ്. ഇതുപോലെ ശക്തിയായിട്ട് വരണമെങ്കിൽ ഈ ഒരു ഷെയ്ഡും ഈ വളവും ഒക്കെ ശരിയായിട്ട് കൊടുത്തെങ്കിലേ ഇതുപോലെ നല്ല ശക്തിയായിട്ട് ഈ തൈകൾ കയറി വരത്തുള്ളൂ. ഇതൊക്കെ ഇനി അടുത്ത വർഷം തൊട്ട് 2-3 വർഷം തൊട്ട് കായ്ക്കും. ഇത് അതെ, ഇത് വേറൊരു തോട്ടമാണ്. ഇത് നാടൻ വാഴകൾ വെച്ചിരിക്കുന്ന ഒരു ഏരിയ. അവിടെ ഉണ്ട്. ഇതിന്റെ ഇടയിലെല്ലാം മറ്റു തൈകളും വെച്ചിട്ടുണ്ട്. കപ്പ വെച്ചിട്ടുണ്ടല്ലേ? കപ്പയ്ക്ക് ഇപ്പം നല്ല വിലയുള്ള സാധനമാണ്. കൃഷി എത്ര നാളായി വെച്ചിട്ട് ഈ വാഴ വെച്ചിട്ട്? ഈ വാഴ വെച്ചിട്ട് 3 മാസമേ ആയുള്ളൂ. 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇലക്കും നല്ല ഡിമാൻഡ് ആണല്ലോ. എല്ലാം എന്തോ കൊടുത്താലും കാശായി. ഇപ്പം കൃഷി ചെയ്യാൻ മനസ്സോട് കൃഷി ചെയ്താൽ മതി. കൃഷി ചെയ്താൽ അതിന് ആദായം കിട്ടും. ഇവിടെ പ്ലാവ്, റംബുട്ടാൻ, പ്ലാവ് കണ്ടില്ലേ? ഇവിടെ എല്ലായിടത്തും ഉണ്ട്. എവിടെ പോയാലും കൃഷി എല്ലാം നല്ലപോലെ കായ്ച്ചു നിൽക്കുന്ന പ്ലാവുകളാണ്. ഇതിനെല്ലാം നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സിൻ്റെ വളമാണ് കൊടുക്കുന്നത്. ഇതും വിയറ്റ്നാം സൂപ്പർ അല്ലേ? ആന്നാന്നു. ഇതെല്ലാം ആ വളത്തിൻ്റെ ഗുണമാണ് ഈ കാണുന്നതെല്ലാം. ആ വളം ഇത്രയും ചക്ക കായ്ക്കുന്ന ആ വളത്തിൻ്റെ ആ എഫക്റ്റ് കൊണ്ടാണ്. ഈ ആ വളത്തിൻ്റെ ഗുണം കൊണ്ടാണ് ഇത്രയും ഇതുപോലെ ചക്ക, പ്ലാവ് നല്ല ഭ്രാന്ത് പിടിച്ച് കായ്ക്കും. അതെ, അങ്ങ് മണ്ട വരെ ഉണ്ട്. ഇതെല്ലാം അങ്ങ് പ്ലാവിൻ്റെ ഈ ചക്കയുടെ വെയിറ്റ് കൊണ്ട് മണ്ട തന്നെ അങ്ങ് ഒടിയുക. സാർ, ഈ പ്ലാവിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെ കൊടുക്കേണ്ടി വരും? ഇതെല്ലാം ഒരു 4 മാസം കൂടി ഇരിക്കുമ്പോൾ ചാണകവും ഇതിൻ്റെ ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ വളവുമാണ് കൊടുക്കുന്നത്. 4 മാസത്തിൽ നമ്മൾ കൊടുക്കണം അല്ലേ? 4 മാസത്തിൽ കുറയാതെ ഉള്ള സമയങ്ങളിൽ കൊടുക്കണം. എന്തിന് കൊടുത്താലും ആ വളം ഇട്ടാൽ അതിന് ആ പച്ചിപ്പ്, വൃക്ഷങ്ങളുടെ ആ പച്ചിപ്പ് മാറാതെ എപ്പോഴും നിൽക്കും. നല്ല പച്ചിപ്പായിട്ട് നിൽക്കും. ഈ പ്ലാവൊക്കെ 5 വർഷത്തിൽ താഴെ ആയുള്ളൂ. 3 വർഷം 4 വർഷം 3-ാം വർഷം തൊട്ട് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടല്ലേ? അതെ. ഈ റംബൂട്ടാനൊക്കെ നട്ടിട്ടോ സാറേ? അതൊക്കെ പറയും 20 വർഷത്തിൽ മേളിലെ വലിയ മരങ്ങളായില്ലേ? അതെ, 25 വർഷമായതായി ഈ മാംഗോസ്റ്റിൻ അല്ലേ? അതെ. എത്ര മൂട് മാംഗോസ്റ്റിൻ ഉണ്ടാവും ഇവിടെ മൊത്തത്തിൽ? എല്ലാം കൂടെ 10-200 മൂടുണ്ട്. 200 മൂടുണ്ടാവും അല്ലേ? അത് നമ്മുടെ ഇപ്പോൾ റംബൂട്ടാൻ തോട്ടം അല്ലേ? ഇത് റംബൂട്ടാനും മാംഗോസ്റ്റിനും ഒക്കെ ഉണ്ട്. ഓക്കെ. ഇതിപ്പോ എത്ര വർഷം കൊണ്ട് സാർ ഈ വളം ഉപയോഗിക്കുന്നു? ഇത് നമ്മൾ 10 വർഷമായിട്ട് സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സിന്റെ ആണല്ലേ? CBC. ഓക്കെ. നമ്മുടെ ഇത് ഉപയോഗിച്ചിട്ട് അതിന് ശേഷമാണ് ഇത്രയും വലിയ മാറ്റം കണ്ടു തുടങ്ങിയത്. അത് മരത്താൽ അതിന്റെ ക്ഷീണമില്ല. അത് കൊടുത്താൽ അത് നല്ല ബൂസ്റ്റ് കൊടുക്കുന്ന പോലെ ആണല്ലേ? അതെ. ചെടികൾക്ക് അത് ശരിക്കും അതൊരു ബോൺവിറ്റ പോലെ. ഇവിടെ ഞാൻ മീനെ വളർത്തുന്നുണ്ട്. മീൻ കൃഷിയുണ്ടോ? മീൻ കൃഷിയുണ്ട്. മീൻ കൃഷി കാണണമെങ്കിൽ ഇവിടെ എന്ത് മീനാണ് ഇട്ടിരിക്കുന്നത്? ഇവിടെ പിന്നെ റെഡ് ബെല്ലി, ഗിഫ്റ്റ് സിലോപ്പിയ, അതൊക്കെ ആയിട്ടേക്കുന്നത്. റെഡ് ബെല്ലിയും ഗിഫ്റ്റ് സിലോപ്പിയായും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറധികം വന്നാൽ അത് കഴിച്ചോളും. നമുക്ക് കാറ്ററിംഗ് ഉള്ളതുകൊണ്ടല്ലേ? അതെ. ഇത് കേറ്ററിങ്ങിന് ഉപയോഗിക്കത്തില്ല ഈ മീൻ. അതല്ല, നമ്മുടെ വീട്ടാവശ്യത്തിന്. ഇതിനുള്ള ഫീഡിങ് നമ്മൾ ചിലപ്പം വാങ്ങിക്കും. അല്ലാത്തപ്പം വീട്ടിലുള്ളപ്പോൾ ഇത് അവിടുന്ന് കൊണ്ടിട്ട് കൊടുക്കും. വെള്ളം ഈ ഉണക്കാലത്ത് വെള്ളം വേണം. ഇത് ഒരിക്കലും പറ്റത്തില്ല ഈ കുളത്തിലെ വെള്ളം. അപ്പം നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ കുളം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. വേറെ വരുമാനമുണ്ട്. അതും വളമാണ്. അതിനകത്തിൽ നല്ല അമോണിയം കണ്ടൻസ് ഉണ്ട്. സാർ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് കൃഷിയെ സ്നേഹിക്കുന്നുണ്ട്. അതെ. അപ്പോൾ സാറിൻ്റെ ഇത്രയും വലിയൊരു കൃഷിത്തോട്ടം ഒന്ന് കണ്ടു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ആർക്ക് കാണണമെങ്കിലും വന്നാൽ ഇവിടെ വന്ന് കണ്ടിട്ട് പോകാം. പൂക്ക ഇത് കായയുടെ ഫലങ്ങളൊക്കെ നിറയുന്ന സമയത്താണ്
വിളവ് സമയത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സും കൊടുക്കാം അവർക്ക്, കഴിക്കാനും കൊടുക്കാം, ടേസ്റ്റ് ചെയ്യാൻ. പിന്നെ സാർ നമുക്ക് ഇതിന്റെ തൈകൾ കിട്ടാൻ ഇവിടെ സാർ തൈകളുണ്ട്, ഉണ്ടല്ലേ? തൈകളുണ്ട് നമ്മുടെ കയ്യിലുണ്ട് സാർ. അത് സെയിലിനായിട്ടുണ്ടോ? സെയിലുണ്ട്. ഉണ്ടല്ലേ? ശരി ശരി. സാറിന്റെ നമ്പർ നമ്മൾ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സാറിന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമല്ലോ തൈകൾ? അത് ഈ മെയിനായിട്ടും പ്ലാവ്, റംബുട്ടാൻ, അതാ തോട്ടത്തിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന. അതെ അതെ. നമുക്ക് മാംഗോസിന്റെ തൈകളും ഇല്ലേ? ഇത്രയും മാംഗോസ്റ്റിൻ നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇല്ല, മാംഗോസ്റ്റിനെക്കാട്ടി നല്ലത് റംബുട്ടാൻ. കഴിഞ്ഞ വർഷം എനിക്ക് 15 ടണ്ണ് കിട്ടി. കഴിഞ്ഞ സീസണിലല്ലേ? 15 ടൺ റംബുട്ടാൻ കിട്ടി. അപ്പൊ എത്ര വരുമാനം ഉണ്ടായിരുന്നിരിക്കും? അത് ഒരു ടണ്ണിന് 1,20,000 രൂപയ്ക്ക് വെച്ചാ കൊടുത്ത്. അതെ. അപ്പൊ ആൾമോസ്റ്റ് ഒരു 20 ലക്ഷം രൂപ അടുത്ത് വരും. ഇത് കൊണ്ടുപോകുന്നത് ആരാണ്? അത് പൂക്കുമ്പോ തന്നെ ഇതിന്റെ ആൾക്കാർ വന്ന് വന്ന് നമ്മള് അവർക്ക് സ്ഥിരം കൊടുക്കുന്ന ഒരു പാർട്ടിക്കാ അവർ വന്ന് എടുത്തോണ്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു തോട്ടം കാണാൻ പോകും. ഇവിടെ കപ്പ കൃഷിയാണ് മെയിനായിട്ടും. ഇവിടുത്തെ ഒരു മൂട് കപ്പയൊക്കെ പിടുത്താല് 20 കിലോ 30 കിലോ വരെയുള്ള കപ്പയുണ്ട്. കണ്ടാൽ നോക്കണ്ടോ കപ്പ. അത് ബാക്കിയൊക്കെ പിഴുതതാ. നമ്മളെ ആവശ്യത്തിനനുസരിച്ചാ കപ്പ പിടുന്നത്. ഈ കേറ്ററിംഗ് ആവശ്യത്തിന് കപ്പ ഉണ്ട്. വൈകിട്ടത്തെ പരിപാടിക്കൊക്കെ കപ്പ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇവിടുത്തെ നമ്മളെ തന്നെ കപ്പയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഇത് എത്ര ഏക്കറിൽ കപ്പ? ഇത് ഒരേക്കർ കപ്പ. അവിടെയും ഇടയ്ക്ക് വാഴയൊക്കെ. അവിടെ എല്ലാം ഇതിനെല്ലാം ഇടകൃഷി വാഴയാ. വാഴ, റംബുട്ടാന്, പ്ലാവ്, അങ്ങനെയുള്ളതെല്ലാം. ഇപ്പൊ കപ്പ ഇത്രയും ഹൈറ്റില് വളരുന്നുണ്ട്. ഇതിനെന്ത് വളമാണ് കൊടുക്കുന്നത്? ഈ കപ്പയ്ക്ക് സൗത്ത് ഇന്ത്യ ഈ CBCയുടെ. അത് കൂടാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സാറേ? അതിന് ചാണകം കൊടുക്കും. ചാണകം കൊടുക്കും. ഇത് കപ്പ കണ്ടാൽ നല്ല റബ്ബർ മരം പോലെ നിൽക്കുന്നത്. നല്ല ഹൈറ്റ്, നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അതെ സാറേ, നമുക്ക് എന്നാ ഒരു മൂട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് പുഴുത് കാണിച്ചു തരാൻ പറ്റുമോ? ഒരെണ്ണം പിഴുതാലേ ഇന്നിപ്പോ ആള് സിബിയെ ഒരു കപ്പ പിടാമോ? ഇത് നമ്മൾ എത്ര മാസം ആകുമ്പോഴത്തേക്കും ഇത് വിളവെടുക്കുന്നേ? ഇത് ഒരു 8 മാസം തൊട്ട് 10-12 മാസത്തിനിടയ്ക്ക് അത് പിഴുത് എടുക്കണം. ഇത് ഏതിനാണ് സാർ? ഇത് നമ്മുടെ ബ്ലോക്ക് കപ്പയാണ്. 30 കിലോ കപ്പ കിട്ടും. 30 കിലോ കപ്പയ്ക്കും ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു മൂട് കപ്പയ്ക്ക് 1500 രൂപ കിട്ടും. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഓരോ കിഴങ്ങെടുത്താൽ മതി. ഓരോ ദിവസത്തേക്കുള്ളത് ഇത് ഒന്നിച്ച് പിഴുതാ വീട്ടിൽ ചിലവാകത്തില്ല. അതിന് ഓരോ ദണ്ടിപ്പം കുഴിച്ചിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ. അതെ, ഓരോന്ന് കട്ട് ചെയ്ത് ഇതണ്ട് ഈ ഒരെണ്ണം ഇങ്ങോട്ട് ഒരെണ്ണം തന്നെ ഇങ്ങനെ എടുത്തേ ഇങ്ങനെ. അതെ അത് പ്ലാവിൻ്റെ ഒന്നും വേണ്ട, വീടല്ലേ. ഇത്രയും കനമുള്ള കമ്പല്ലേ സാർ? അതെ അതെ, അങ്ങോട്ടങ്ങ് ചായച്ചു. കുലുക്ക്. നില്ല ചെറുക പൊക്ക. അയ്യോ, അത് പക്ഷേ എലി പൊട്ടിപ്പോയല്ലേ കുറച്ച്. എലി കടിച്ചിട്ടുണ്ട്. എലി കടിച്ച് അങ്ങോട്ട് കമത്തിയിട്ടെ. ഒരു വശം മൊത്തം എലി. കണ്ടോ അത് ഭയങ്കര കിഴങ്ങുള്ളതാ. അത് എലി കടിച്ച് കളഞ്ഞു. എലി ശല്യമുണ്ട് ഇവിടെ. അതാണ്ട് അതൊന്ന് തിരിച്ചിട്ടെ കാണാം. ഒന്ന് അങ്ങോട്ട് മറിക്ക്. ഒരു വശം മൊത്തം എലി കണ്ടോ? ഒരു സൈഡുള്ളതല്ലേ മൊത്തം എലി തന്നെ കളഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഈ ഒരു മൂട് 30 കിലോയിൽ കൂടുതൽ കണ്ടേന്. ഇത് എനിക്കൊന്ന് ഇത് തന്നെ ഒരു 3-4 കിലോ. ഒരു കിഴങ്ങുണ്ട് 4 കിലോയോളം. എല്ലാത്തിന്റെ ഇടയിലും ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ സാർ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇതിന് ഞാനിവിടെ കൂടെ നിന്നെങ്കിൽ ജോലിക്കാരെ കൊണ്ട് ജയിക്കണമെങ്കിൽ പോലും ഞാനിവിടെ കൂടെ നിൽക്കണം. ഈ കപ്പയൊക്കെ വലിയ കാണുമ്പോൾ അറിയാം അല്ലേ? എല്ലാം 10-25 കിലോ വെച്ച് കിട്ടും ഒരു മൂട് കപ്പ. ഇതെല്ലാം ഞങ്ങളുടെ ഈ ഏറിയ ചാമക്കാലായിൽ ഫാമിലിയാ. അതെ, എല്ലാം ഒരു സ്ഥലവും ഞങ്ങൾ വെറുതെ കളഞ്ഞിട്ടില്ല. അത് കൃഷി ചെയ്തിരിക്കുക. നമുക്കുള്ള സ്ഥലങ്ങളെല്ലാം എല്ലാം കൃഷി ചെയ്തിരിക്കുക. തീർച്ചയായിട്ടും ഒരു കൃഷി ഇഷ്ടപ്പെടുന്നവർ ഇതെല്ലാം വന്ന് കണ്ടിരിക്കേണ്ടതാണ്. അതെ.
ആണ് നോക്കി ഇത് കൊണ്ട ഒരു കുഞ്ഞു പ്ലാവിൽ എന്തുമാത്രം ചക്കയാ അല്ലേ. സാറിൻ്റെ അത്ര ഹൈറ്റ് പോലും ഇല്ല എന്നിട്ട് അതെ ഇല്ല ഇതെല്ലാം ചക്ക. എത്ര വർഷമായതാ സാറേ? ഇതൊക്കെ 3 വർഷമായതേ ഉള്ളൂ. 3 വർഷം 4 വർഷമൊക്കെ. അത് ചക്കയുടെ വെയിറ്റ് കൊണ്ട് അങ്ങ് ഒടിയു. അതിന് കമ്പ് വരെ അല്ലേ കൊടുത്തിരിക്കുക വടി വെച്ചിട്ട്. ഈ വളങ്ങൾ നമുക്ക് ഇവര് കൊണ്ടുതരാണോ അല്ലെ ഇവിടെ ഇവിടെ നമുക്ക് കൊണ്ടുതരും. നമ്മൾ എത്ര ചാക്ക് വേണമെന്നൊന്ന് ഓർഡർ കൊടുത്താൽ മതി. അവർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും. അങ്ങനെ പത്തനംതിട്ട ഉണ്ടോ ഇവർക്ക്? കുമ്പഴയിലാണ് അവർക്കൊരു കടയുള്ളത്. ചക്ക നല്ല ഔഷധമാണോ അല്ലേ? പിന്നെ ചക്ക ഇപ്പോൾ ക്യാൻസറുകാർക്കൊക്കെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു ഔഷധമായിട്ട് മാറിയിരിക്കുക. അത്രയും ഗുണമുള്ള ഫ്രൂട്ടാണ്. അതെ. സാർ ഇപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് ഈ വളം ഉപയോഗിക്കുന്ന ഒരാളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ തരാൻ പറ്റും? മേക്കുഴൂര് നമ്മുടെ ഒരു സുഹൃത്ത്, പുള്ളി സ്ഥിരമായിട്ട് ഇതാ വളം ഉപയോഗിക്കും. നമ്മൾ പുറത്തിറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാലും ഇഷ്ടം പോലെ ആളുകൾ ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നല്ല, ഒരാളെ പരിചയപ്പെടുത്തിയിട്ട് ആ വളത്തിന്റെ റിസൾട്ട് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അതെ. അപ്പോൾ നമ്മൾ ഈ കേട്ടറിഞ്ഞ ഈ വളത്തിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നമ്മൾ ഈ പത്തനംതിട്ട തന്നെ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതിന്റെ ഓണറെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരനെ വിളിച്ചു. അപ്പോഴത്തേക്ക് ഇവിടെ കർഷകരിന്ന് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ 2 പേര് നിൽപ്പുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് തന്നെ ഈ വളത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ തിരക്കാണോ? ഊണൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുക. ആണോ? ഊണ് കഴിച്ചു, ഭക്ഷണം കഴിച്ചല്ലേ? ഓക്കെ. ഉച്ച കഴിഞ്ഞുള്ള തുടങ്ങാന്ന് വിചാരിച്ചായിരുന്നു. ചേട്ടാ നമ്മൾ ഇവിടുത്തെ ഓണറിനോട് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നിങ്ങളുടെ ചോദിച്ച കാര്യങ്ങൾ അറിയാനാണോ ചോദിച്ചത്? ചേട്ടാ നമ്മളിവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? ഞങ്ങള് ഏത്തവാഴയുണ്ട്, പിന്നെ റോബസ്റ്റ, പാളയംകോടൻ, ഞാലിപ്പൂവൻ. ഓ, എല്ലാ വാഴകൃഷിയിലും എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? എല്ലാം ചെയ്യുന്നു. പിന്നെ അത് കൂടാതെ മാംഗോസ്റ്റിനെ കണ്ടല്ലോ. മാംഗോസ്റ്റിയുണ്ട്, പിന്നെ കാച്ചില്, ചേന, ചേമ്പ്, എല്ലാത്തും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റവും ഉണ്ട്. ഇപ്പോൾ ഇത് നിപ്പുണ്ടല്ലേ? നാരകമുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മള് വീട്ടിലേക്കുള്ള പച്ചക്കറി ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഇടവേളായിട്ട് ചെയ്യാണോ? പച്ചമുളക്, വെണ്ട, വഴുതന എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ചേട്ടാ കുറച്ച് മുന്നോട്ടേക്കാവോ? ചേട്ടാ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അടുത്തൊരു ചേട്ടൻ്റെ സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഒരു വളത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ വളം ഉപയോഗിക്കുന്ന ഒരാളെ തേടിയാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞു ഇവിടെ ശശിധരൻ നായർന്നല്ലേ? പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോഴത്തേക്കും അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോൾ ചേട്ടനെ വിളിച്ചിരുന്നു. അപ്പോഴത്തേക്കും നിങ്ങളൊക്കെ ഇവിടെ പണിയുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടാ അങ്ങനെ ഒരു വളം ഉണ്ടോ? അങ്ങനെ ഒരു വളമുണ്ട്, ഞങ്ങളതാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്? നല്ല വിളവ് കിട്ടുന്നുണ്ട്. ആണല്ലേ? പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ആ വളം ഇവിടെ കാണിക്കാൻ പറ്റുമോ? വളം നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റും? ഇവിടെ ഉണ്ടോ? ഇപ്പോൾ വളം വാങ്ങിച്ച തീർന്നു, ഞങ്ങളത് മൊത്തം ഇട്ട് കഴിഞ്ഞു. മുതലാളി ഇനി കൊണ്ടുവന്നുള്ളൂ, നാളെ കൊണ്ടുവരുന്നുള്ളൂ. ഓ, മുതലാളിയാണല്ലോ ഈ വളമെല്ലാം എത്തിക്കുന്നത്. എവിടെ വളം ചേർക്കുന്ന ആളാ? ഓ, അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇവിടെ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങളാണോ അത് രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? രാസവളം ഉപയോഗിക്കത്തില്ല. രാസവളം ഉപയോഗിക്കാറില്ല. കാരണം മുക്കാലല്ല, മൊത്തവും നമ്മള് ജൈവവളത്തെ ആണല്ലേ? ഓരോന്നിനും സെപ്പറേറ്റ് വളങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ ഓരോ. അത് ആണല്ലോ. അതിന് ഈ വളത്തിലെ കമുകുണ്ട്, കമുകുണ്ട്, കമുക് ഒരുപാടുണ്ട്. ഇതൊക്കെ അതല്ലേ? ഈ കറിവേപ്പില. ഓക്കെ. പിന്നെ ഈ വാഴയ്ക്ക് നല്ല വലിയ കൊലകളാണല്ലോ. ഇതിനൊക്കെ സ്പെഷ്യൽ എന്തെങ്കിലും വളം ഉണ്ടോ? ആട്ടുമ്പുഴുക്ക് ഇടും. അത് കഴിഞ്ഞ ചാണകപ്പൊടി ഉണ്ടാവും. കുറച്ച് ദൂരെ മാറി അല്ലേ? വാഴകൾക്കെല്ലാം ഉപയോഗിക്കുന്ന സത്തിന്റെ ഫെർട്ടിലൈസേഷന്റെ വാഴവളമാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ. ഓക്കെ. രാസവളം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓക്കെ. ആ വളത്തെ കുറിച്ച് അന്വേഷിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. ഈ വളം എവിടെ നിന്ന് വരുന്നെന്ന് അറിയാമോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? ഇല്ല, മുതലാളിയാണ് എടുത്തോണ്ട് വരുന്നത്. എന്നാലും ഇടുന്നുള്ളേ ഉള്ളൂ. അതിന്റെ പിന്നെ കടകൾ എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ വരുന്നു ചെയ്യുന്നുള്ളേ ഉള്ളൂ. നമ്മുടെ ഒരു നാടൻ സൈസ് അല്ലിത്. വേറൊരു ജില്ലയുടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ അല്ലിത് ഈ വാഴ അല്ലേ? ഇതിന്റെയും അത് പിന്നെ നല്ല കൊലയാണ് ഉണ്ടാവുന്നത്. ഒരു 12 കിലോ മുതൽ ഒരു 18 കിലോ
ചിലതൊക്കെ 20 വിലയൊക്കെ കാണും. ആണല്ലേ? കാണും. ഇതിൽ അതെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുമല്ലോ. കാരണം ഇത്രയും ഈ എല്ലാ വാഴയിലും കണ്ടോ ഒരേ സൈസ്, ഏകദേശം അത്രയും വലിയത്, ഒന്നുപോലും പാടായിട്ടില്ല. ഇവിടെ എല്ലാം നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ വാഴവളം കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ എല്ലാവരും മിക്കവരും എല്ലാം ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇതിന് കൂടാതെ ഇതിന് ഈ വളം നമുക്ക് ഏതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചേട്ടാ? ഈ വാഴയ്ക്കല്ലാതെ നമുക്ക് ഏതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? അത് ശരി, അതിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ആണല്ലേ? ഓ, ഇതിനെല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. മാംഗോസ്റ്റീനുണ്ട് അല്ലേ? ഈ മാംഗോസ്റ്റീൻ ഈ പുല്ലിന് ഞങ്ങൾ പശുവിന് ഉണ്ട്, പശുണ്ട്. ആ പുല്ലിനെല്ലാം ഞങ്ങൾ വളമിടുന്നുണ്ട്. ഓ, അതിനും ഉണ്ടല്ലേ? അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോരോ വളങ്ങളാണല്ലേ? പ്രത്യേക വളങ്ങളാണ്. നമ്മളിപ്പോ ഇത്രയും മാംഗോസ്റ്റീൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സീസൺ എപ്പോഴാണ് കായ്ക്കുന്ന സീസൺ? ജൂണിൽ കായ്ക്കുന്നത്. പൂവിട്ട് തുടങ്ങും. എന്നിട്ട് എത്ര മാസം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ വിളവെടുക്കാൻ പറ്റും? ഒരു 3 മാസം അല്ലേ? 3 മാസം ആവത്തില്ലേ? 3 മാസമൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ഈ കാലാവസ്ഥയിൽ, നമ്മൾ ഇവിടുത്തെ പത്തനംതിട്ടയിലെ ഈ കാലാവസ്ഥയിൽ ഇത് കൃത്യമായിട്ട് കാഴ്ച വരുന്നുണ്ടോ? ഉണ്ട്. വരുന്നുണ്ടല്ലേ? ഇത് പിന്നെ നല്ല ശരിക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലൊരു ആദായമുള്ള ഒരു ആണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും അല്ലേ? വേറെ ഉണ്ട്, ഇവിടുന്ന് മേളിലോട്ടൊക്കെ ഉണ്ട്. നമുക്കല്ലാതെ വേറെ അല്ല, റോഡിന് അപ്പുറ സൈഡ് ഉണ്ട്. നമ്മൾ കണ്ടായിരുന്നു. അപ്പുറത്ത് ഇറങ്ങിപ്പോയി അവിടെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അവിടെ ഒന്നും ആളില്ല. എത്ര വർഷമായതാ ഇതിപ്പോ ഒരു നമ്മുടെ ആദ്യത്തെ വാഴ വെച്ചില്ലേ? ആദ്യത്തെ വർഷത്തെ വാഴ വെച്ച എത്ര വർഷമായി കാണും? ഇപ്പൊ ഒരു കുറഞ്ഞൊരു 4 വർഷമായി കാണും. 4 വർഷം. ഇത് എത്ര വർഷം ആവുമ്പോഴത്തേക്കും ഇത് പൂവിട്ട് തുടങ്ങും, കായ്ഫലം നമുക്ക് കിട്ടി തുടങ്ങും? അറിയാമോ ചേട്ടാ? ഇതൊരു 4 വർഷത്തോളം ആകും. 4 വർഷം. 4 വർഷം ആകുമ്പോൾ നമുക്ക് ഇതിന്റെ കായ്ഫലം കിട്ടും. ഓ, അത് ശരി. ഇതിപ്പോ 2 വർഷം കൊണ്ട് 4 പൂപ്പായത്. 4 പൂപ്പായത്. ഓക്കെ. അപ്പൊ ആദ്യം കിട്ടുന്നതൊക്കെ നമുക്ക് കായ്ക്കത്തില്ല, കൊഴിഞ്ഞു പോകാനാണ് ചാൻസ്. പിന്നെ നല്ല ഫലമായിരുന്നു. കരിഞ്ഞൊക്കെ നല്ല ഫലമായിരുന്നു. 2-3 വർഷം കൊണ്ട് ഇത് കായ്ക്കുന്നുണ്ട്. അത് ശരി. നല്ല മാർക്കറ്റിൽ എങ്ങനെ എത്ര വില ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകുമ്പോൾ നല്ല ഇതിന്റെ വിളവെടുപ്പിന്റെ ഇപ്പം അവരോടെ പറഞ്ഞ് ഇട്ടുകൊണ്ട് പോവാ. പിന്നെ അവരെ നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുന്നില്ല. ഇത് മെയിൻ കച്ചവടക്കാർ വന്നിട്ട് ഈ മരം ഇത് പൂവാകുമ്പോഴേ അല്ലെങ്കിൽ ചെറിയ കാ ആകുമ്പോഴേ അവര് ആവറേജ് ഒന്ന് നോക്കിക്കൊണ്ട് ഒരു റേറ്റ് അങ്ങ് പറയും. നമ്മുടെ റംബൂട്ടാനൊക്കെ വന്ന് വലയിട്ട് ചെയ്യുന്നത് പോലെ അവരങ്ങനെ ഒരുമിച്ച് വന്ന് എടുത്തോണ്ട് പോകും. മരത്തെ നിൽക്കുമ്പോ തന്നെ ഇത്ര ചെറിയ കായ ആകുമ്പോൾ ഓടെ വന്നൊരു ആവറേജ് റേറ്റ് അങ്ങ് പറയും. അത് ശരി, അത് ശരി. എന്നിട്ട് പിന്നെ ഒരു വിളയുമ്പോ പഴുത്ത് കഴിഞ്ഞാൽ തറ വീഴാൻ പാടില്ല. പഴുത്ത് തറ വീഴുന്നതിന് മുമ്പേ നെറ്റ് കെട്ടി റൗണ്ടിലുള്ള നെറ്റ് കെട്ടിയിട്ട് അങ്ങനെ പറിച്ചാ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതിന് അപ്പം മറ്റ് ശല്യങ്ങൾ എന്തെങ്കിലും, ഈ പഴം നമുക്ക് പുഴുക്കേട് അങ്ങനെ എന്തെങ്കിലും? പുഴുക്കേട് വരത്തില്ല. ഇത് അണ്ണാൻ തിന്നും. പിന്നെ പലതരത്തിലുള്ള കിളികളുണ്ട്, പക്ഷികൾ. അത് വന്ന് ഞാൻ കൊത്തി പഴുക്കുമ്പോഴേ ശരിക്കും നമുക്ക് ഇതപ്പോ അങ്ങനെ കുറച്ച് നഷ്ടപ്പെടാറുണ്ടല്ലേ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടന്ന് തറ വീഴും. അപ്പൊ അതിന് മുന്നേ നമ്മൾ നെറ്റിട്ട് ഇതാക്കണം അല്ലേ? ശരി ശരി. അപ്പൊ ഇത് എത്ര വർഷം, എത്ര ഒരു ഇതുപോലൊരു മരം ഇതിൽ നിന്ന് നമുക്ക് ഉദ്ദേശം ഒരു എത്ര രൂപയുടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അത് എത്ര രൂപയുടെ നമുക്ക് ഇതിന്റെ ബിസിനസ്സുമായിട്ട് വല്ല ടച്ച് ഇല്ല. അറിയാൻ പറ്റുമോ? സാറിനും അത്ര കറക്റ്റ് ഇതിന്റെ കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ടാലേ അതറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടുത്തെ നമ്മുടെ കൃഷിയും നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന വളങ്ങൾ ഇതിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്കല്ലേ പറയാൻ പറ്റും. അപ്പൊ ശരി ചേട്ടാ, അപ്പൊ ഇത്രയും നേരം നമ്മൾ സഹകരിച്ചത്. ഓക്കെ, താങ്ക് യു. ഓക്കെ.